മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 31ാമത്തെ ദശകത്തിൽ 3ഉം 4ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 3ാമത്തെ ശ്ലോകം. വിശ്വേശം മം ത്രിപദമിഹ കിം യാചസേ ബാലിശസ്ത്വം സർവാം ഭൂമിം വൃണു കിമമുനീത്യാലപത്വം സദൃപ്യൻ യസ്മദ്ദർപ്പൽ ത്രിപദപരിപൂർത്യക്ഷമ ക്ഷേപവാദൻ ബന്ധം ചാസാവഗമദർഹോപി ഗാഠോപശാന്ത്യൈ. 3 അടി മണ്ണാണ് തനിക്ക് ആവശ്യം എന്ന് തൻ്റെ പാദം കൊണ്ട് അളക്കാവുന്നതായ 3 അടി ഭൂമി അതാണ് തനിക്ക് ആവശ്യം എന്ന് മഹാവിഷ്ണു വാമന രൂപത്തിൽ വന്നതായ മഹാവിഷ്ണു മഹാബലിയോട് പറഞ്ഞു. അപ്പോൾ ഇത് എന്തിനാണ് എന്നോട് ഇത്ര ഇതായിട്ട് ചോദിക്കണത്? സർവാം ദേഹി ഇത് നിഗതിതേ. അപ്പോൾ 3 അടി മണ്ണ് മാത്രമേ വേണ്ടൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതല്ല പറഞ്ഞിരുന്നത് എങ്കിൽ എല്ലാവർക്കും പരിഹാസ്യനാവില്ലേ, ആവുമായിരുന്നല്ലോ. അതുകൊണ്ട് അദ്ദേഹം 3 അടി മണ്ണേ ചോദിച്ചുള്ളൂ. അല്ലാതെ കണ്ട് അപ്പം തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഭൂമി മുഴുവൻ തരാൻ പറഞ്ഞാൽ വിരോധം ഉണ്ടായിട്ടല്ല. പക്ഷെ അങ്ങനെയല്ല, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പരിഹാസ്യത്തിനായിത്തീരും എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു. അതല്ലാതെ കണ്ട് ചോദിച്ചത് അത്രയേ ഉള്ളൂ വെച്ചാലും അത് വാങ്ങിക്കാൻ സാധിക്കും എന്നുള്ളത് പിന്നീട് തെളിയിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ 3 അടി മണ്ണാണ് ചോദിച്ചത്. 3 അടി കൊണ്ട് അളക്കാവുന്നതായിട്ടുള്ള ഭൂമി അതാണ് ചോദിച്ചത് എന്നാണ്. അപ്പോൾ എന്താണ് മഹാബലിയുടെ മറുപടി? വിശ്വേശം മം ത്രിപദമിഹ കിം യാചസേ. വിശ്വേശ്വരനാണ് ഞാൻ, അല്ലേ? 3 ലോകങ്ങൾക്കും, ഭൂമി, പാതാളം, ദേവലോകം, സ്വർഗം, ഇതിന് 3 അധിപനായിട്ടുണ്ട് ഇപ്പോൾ മഹാബലി. അങ്ങനെ വിശ്വേശ്വരനായിട്ടുള്ള എന്നോട്, വിശ്വേശം മാം, വിശ്വേശനായിട്ടുള്ള എന്നോട് ത്രിപദം 3 അടി മണ്ണോ, 3 അടി കൊണ്ട് അളക്കാവുന്നതായിട്ടുള്ള ഭൂമി ഇത്രയാണോ ചോദിക്കണത്? എനിക്ക് എന്ത് വേണമെങ്കിൽ തരാൻ സാധിക്കുമല്ലോ. വിശ്വേശം മാം ത്രിപദം. ത്രിപദം എന്ന് വെച്ചാൽ 3 പദങ്ങളെ കൊണ്ട് അളക്കാവുന്നതായിട്ടുള്ള ഭൂമി എന്നാണ് അവിടെ ഉദ്ദേശം. ത്രിപദമിഹ കിം യാചസേ ബാലിശഹാത്വം. ബാലിശഹാത്വം, ബാലിശനായിട്ട് ഈ കുട്ടിത്തം വിടാണ്ട് എത്ര വലിയ ആളോട് ഇങ്ങനെ നിസ്സാരമായിട്ടുള്ളൊരു സംഗതിയാണോ ചോദിക്കുക? എനിക്കതിലേറെയൊക്കെ തരാൻ കഴിവില്ലേ? പിന്നെ എന്തിനാ എന്നോട് ഇത്ര നിസ്സാരമായിട്ടുള്ള ഈ 3 അടി കൊണ്ട് അളക്കാവുന്നതായിട്ടുള്ള ഭൂമി മാത്രമായിട്ട് ചോദിക്കുന്നത്? ബാലിശഹ, അങ്ങ് വളരെ വിഡ്ഢിത്താണത് എന്ന് തോന്നുന്നു. ബാലിശനാണ്, വിവരമില്ലാത്ത ആളാണ് എന്ന് തോന്നുന്നു എനിക്ക്. ബാലിശഹാത്വം, ബാലിശനായിട്ട് അങ്ങ് എന്തിനാ ഇങ്ങനെ 3 അടി മണ്ണ് മാത്രം ആയിട്ട് എന്നോട് ചോദിക്കണത്? ബാലിശസ്ത്വം യാചസേ. യാചസേ, യാചിക്കുന്നു. എന്നോട് ഇത്രേ ചോദിക്കാൻ കണ്ടുള്ളൂ എന്നാണ്. കിം ഇതാണോ ചോദിക്കുന്നത് എന്നോട്? കിം യാചസേ ത്രിപദമിഹ കിം യാചസേ. എന്നോട് ഈ 3 അടി മണ്ണാണോ, ഭൂമിയാണോ എന്നോട് ചോദിക്കുന്നത്? സർവാം ഭൂമിം, ഈ ഭൂമി മുഴുവൻ വേണമെന്ന് പറഞ്ഞോളൂ, എനിക്ക് തരാൻ സാധിക്കും. സർവാം ഭൂമിം, ഭൂമിയെ മുഴുവൻ വൃണു, വരിച്ചുകൊള്ളൂ, അത് മുഴുവൻ ചോദിച്ചോളൂ, എനിക്ക് വിരോധമില്ല. സർവാം ഭൂമിം വൃണു, ഈ ഭൂമിയെ മുഴുവൻ വരിച്ചുകൊള്ളൂ, വരമായിട്ട് ചോദിച്ചോളൂ, ധനമായിട്ട് ചോദിച്ചോളൂ, എനിക്കതിന് വിരോധമില്ല. എന്താ വെച്ചാൽ എനിക്കതിന് കഴിവുണ്ട് എന്നാണ്. സർവാം ഭൂമിം വൃണു കിം അമുന ഇതി. കിം അമുന, ഇതുകൊണ്ട് എന്താ ആവുക? അതായത് ഈ 3 അടി അളക്കാവുന്നതായിട്ടുള്ള ഭൂമി മാത്രം കിട്ടിയാൽ അമുനാക്കിം, ഇതുകൊണ്ട് എന്താ പ്രയോജനം? ഇത് ഇരുന്ന് തപസ് ചെയ്യാനില്ലാതെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാനൊന്നും ആവില്ല. അപ്പം ഇത്രയും ചെറുതായിട്ടുള്ള ഒരു വരം, ദാനം ചോദിച്ചത് കൊണ്ട് എന്താ പ്രയോജനം? അതുകൊണ്ട് ഒന്നും ആവില്ല. അതുകൊണ്ട് ഈ ഭൂമി മുഴുവൻ ചോദിച്ചോളൂ, എനിക്ക് വിരോധമില്ല, ഞാൻ അത് തരാൻ സന്നദ്ധനാണ് എന്ന് മഹാബലി പറഞ്ഞു. കിമമുന ഇതി ആലപത്. ഇതി ആലപത് എന്നിങ്ങനെ ആലപത് പറഞ്ഞു. ആലപത് ത്വാം, ആരോട് പറഞ്ഞു? ഭഗവാനോട് പറഞ്ഞു. അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അധിപനായിട്ടുള്ള ആ ഭഗവാനോട്, എനിക്ക് ഈ ലോകം മുഴുവൻ, ഭൂമി മുഴുവൻ തരാൻ ഒരു വിഷമവുമില്ല, ഞാൻ ഇതിൻ്റെയൊക്കെ ഈശനാണ്, അധീശനാണ്, 3 ലോകങ്ങൾക്കും അധീശനാണ് ഞാൻ. അപ്പം എനിക്ക് ഈ ഭൂമി മുഴുവൻ അങ്ങ് ചോദിച്ചാലും വിരോധമില്ല, ഞാൻ തരാം. ഈ നിസ്സാരമായിട്ടുള്ള 3 അടി മണ്ണ് എന്തിനാണ് ചോദിക്കണത് എന്ന് ദൃപ്യൻ, അർപ്പത്തോടു കൂടിയിട്ട്, അഹങ്കാരത്തോടു കൂടിയിട്ടാണ് പറഞ്ഞത്. ഇതി ആലപത്, ഇപ്രകാരം പറഞ്ഞു. ത്വാം, അങ്ങയോട് പറഞ്ഞു. സ
ദൃപ്യൻ സഹ ആ ബലി മഹാബലി ദൃപ്യൻ അഹങ്കാരത്തോടു കൂടിയിട്ട് ഇപ്രകാരം പറഞ്ഞു. എന്തിനാണ് ഈ 3 അടി മണ്ണായിട്ട് ചോദിക്കുന്നത്? ഈ ഭൂമി മുഴുവൻ ചോദിച്ചോളൂ, ഞാൻ അത് തരാൻ എനിക്ക് ശക്തിയുണ്ട്. വിശ്വേശം മാം, വിശ്വേശനായിട്ടുള്ള എന്നോട്, ഭഗവാനോടാണേ പറയണത്, വിശ്വേശനായിട്ടുള്ള ഭഗവാനോട് പറയാണ്, വിശ്വേശം മാം, വിശ്വേശനായിട്ടുള്ള എന്നോട് എന്തിനാണ് ഇത് ചോദിക്കണത് എന്നങ്ങനെ അഹങ്കാരത്തോടു കൂടി പറഞ്ഞു. സദൃപ്യൻ യസ്മാത് ദർപ്പാത്, ആ ദർപ്പം ഹേതുവായിട്ട്, യസ്മാത് ദർപ്പാത്, യാതൊരു ദർപ്പം ഹേതുവായിട്ടാണോ, അതായത് ഈ ദർപ്പം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു മഹാബലിയുടെ ഈ ദർപ്പം, അത്യധികമായിട്ടുള്ള ഈ അഹങ്കാരം, അത് അവസാനിപ്പിക്കാനായിട്ട് തന്നെയാണ് മഹാവിഷ്ണു ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഇങ്ങനെ 3 അടി മണ്ണ് മാത്രം യാചിച്ചത്, ഈ വാമനാമൂർത്തിയായിട്ട് അവിടെ അവതരിച്ചതും ഒക്കെ ഈ ദർപ്പം അവസാനിപ്പിക്കാൻ തന്നെയായിരുന്നു. അപ്പോൾ ആ യസ്മാത് ദർപ്പാത്, ആ ദർപ്പം, അതായത് മഹാവിഷ്ണുവിനോട് ഇപ്രകാരം പറയാനുള്ളതായിട്ടുള്ള അത്രത്തോളം അഹങ്കാരം ഉണ്ടായില്ലോ മഹാബലിക്ക്, ആ ദർപ്പം അവസാനിപ്പിക്കണം എന്ന് തന്നെ കരുതിയാണ് മഹാവിഷ്ണു ഇപ്രകാരമൊക്കെ, ഭഗവാൻ ഇപ്രകാരമൊക്കെ ചെയ്തത് എന്ന് പറയാണ്. യസ്മാത് ദർപ്പാത്, യാതൊരു ദർപ്പം ഹേതുവായിട്ട്, അഹങ്കാരം ഹേതുവായിട്ട്, ത്രിപദ പരിപൂർത്യക്ഷമഃ, ത്രിപദം ആ 3 അടി മണ്ണാണ് ചോദിച്ചത്. ആ ത്രിപദം, ആ 3 പദങ്ങൾ കൊണ്ട് അളക്കാവുന്നതായിട്ടുള്ള ഭൂമി കൊടുക്കാൻ അക്ഷമനായിട്ട്, ശക്തിയില്ലാത്തവനായിട്ട്, ത്രിപദ പരിപൂർത്തി, ആ 3 അടി മണ്ണ് കൊടുക്കുവാനുള്ളതായിട്ടുള്ള പരിപൂർത്തി, അതിൻ്റെ അവസാനിപ്പിക്കാൻ അക്ഷമനായിട്ട്, ശക്തിയില്ലാത്തവനായിട്ട്, അക്ഷമ ക്ഷേപവാദാൻ, ക്ഷേപം നിന്ദാവചനങ്ങളെ കേൾക്കേണ്ടതായിട്ട് വന്നു മഹാബലിക്ക് എന്നാണ് അവിടെ. ക്ഷേപവാദാൻ, ക്ഷേപം എന്ന് വെച്ചാൽ നിന്ദാവാക്യങ്ങളെ കേൾക്കേണ്ടതായിട്ട് വന്നു. ക്ഷേപവാദാൻ ത്രിപദ പരിപൂർത്യക്ഷമ ക്ഷേപവാദാൻ ബന്ധം ചാസൗ, ബന്ധം ച അസൗ അഗമത് എന്നാണ് അവിടെ പദം പറയുക. ബന്ധം ച അസൗ അഗമത്, ഇവൻ, അതായത് ഈ മഹാബലി ബന്ധത്തെയും പ്രാപിച്ചു. അസൗ ഇവൻ, മഹാബലി, ഈ മഹാബലി ബദ്ധനായി തീർന്നു, ബന്ധത്തെ അനുഭവിക്കേണ്ടതായി വന്നു. എങ്ങനെയാണ്? വരുണപാശം കൊണ്ട് ബന്ധിച്ചു എന്ന് പറയുന്നുണ്ട് പിന്നീട്. അപ്പം അങ്ങനെ ആ വരുണപാശം കൊണ്ടുള്ളതായിട്ടുള്ള ബന്ധനം പ്രാപിച്ചതും ഈ ദർപ്പം ഹേതുവായിട്ടാണ്. ഈ ദർപ്പത്തോടു കൂടിയുള്ളതായിട്ടുള്ള ഈ ഭാഷണം അത്രത്തോളം ഇങ്ങനെ പറയത്തക്കവണ്ണമുള്ള ദർപ്പം അഹങ്കാരം ഉണ്ടായിരുന്നു. ആ അഹങ്കാരം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഒക്കെ മഹാബലിയോട് ഭഗവാൻ ചെയ്തത്. അപ്പം ഇതിന്, ഈ ബന്ധത്തിനും ക്ഷേപവാദങ്ങൾക്കുമൊക്കെ കാരണം ആ ദർപ്പം തന്നെയായിരുന്നു, അഹങ്കാരം തന്നെയായിരുന്നു എന്നാണ് പറയണത്. യസ്മാത് ദർപ്പാൽ ത്രിപദ പരിപൂർത്യക്ഷമ, 3 പദങ്ങൾ കൊണ്ടുള്ളതായ ഭൂമി അളക്കാൻ അക്ഷമനായിട്ട്, ശക്തനല്ലാതെ കണ്ട് ക്ഷേപവാദങ്ങളെയും നിന്ദാവചനങ്ങളെയും ബന്ധം ച, ബന്ധത്തെയും അസൗ അഗമത്, ഇവൻ പ്രാപിച്ചു. ബന്ധം വേണ്ടി വന്നു, ക്ഷേപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ട് വന്നു. അതൊക്കെ ഈ അഹങ്കാരമാണ് കാരണം അതിന് എന്ന് പറയണം. അതദർഹ അപി, അതദർഹ അപി, തദർഹ അതിന് അർഹനായിട്ടുള്ളവൻ, അതദർഹ അതിന് അർഹനല്ലാത്തവൻ. വാസ്തവത്തിൽ ഭഗവാനും അറിയാം, ഭട്ടതിരിക്കും അത് നല്ലവണ്ണം മനസ്സിലായിട്ടുണ്ട്. ഈ മഹാബലി വളരെ നല്ല ആൾ തന്നെയാണ്, അല്ല എന്നൊന്നും പറയണില്ല. പക്ഷേ ഈ അഹങ്കാരം ഒന്ന് മാത്രമേ അവിടെ ദോഷമായിട്ടുള്ളൂ. ബലിയെ സംബന്ധിച്ചിടത്തോളം ഈ ദോഷം അഹങ്കാരം തന്നെയാണ്. അഹങ്കാരം കൊണ്ട് തന്നെയാണ് 3 ലോകങ്ങളുടെയും ആധിപത്യം സ്വയം സ്ഥാപിച്ചെടുത്തതും അതുപോലെ ഇപ്രകാരമുള്ളതായിട്ടുള്ള വാക്യങ്ങൾ പറയാനിട വന്നതും ഒക്കെ ആ അഹങ്കാരം കൊണ്ടാണ്. അപ്പോൾ ആ അഹങ്കാരം അല്ലാതെ കണ്ട് വേറെ ഒന്നുമില്ല മഹാബലിക്ക് ദോഷം എന്നാണ് പറയുന്നത്. അതദർഹ അപി, ഇത് അർഹിക്കാത്തവനാണ് എങ്കിലും ഈ ബന്ധനവും ക്ഷേപവാദമൊന്നും സ്വതേ അർഹിക്കണതല്ല. ഈ അഹങ്കാരം ഇല്ലായിരുന്നുവെങ്കിൽ അതിനൊന്നും സാധ്യതയില്ല എന്ന് പറയുകയാണ്. എന്താണെന്ന് വെച്ചാൽ അത്രത്തോളം നന്മ മഹാബലിക്കുണ്ട്. അതദർഹ അപി, ഇത് അർഹിക്കുന്നവനല്ല എങ്കിലും മഹാബലിക്ക് ഇതൊക്കെ വേണ്ടി വന്നു എന്നാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് പറയണു. ഗാഠോപശാന്തി, ഗാഠമായ ഉപശമനം ലഭിക്കുന്നതിന് വേണ്ടി. അപ്പം ഈ അഹങ്കാരമൊക്കെ വിട്ട് മനസ്സിന് ശാന്തി ലഭിക്കണം, എന്നാലേ ഭഗവാനെ കുറിച്ചുള്ളതായിട്ടുള്ള ചിന്ത ഉണ്ടാവുള്ളൂ. ആ മനസ്സിന് അഹങ്കാരം എല്ലാം പരിപൂർണമായിട്ട് നശിച്ചിട്ട് ശാന്തി ഉണ്ടാവാനായിട്ടാണ്
ഈ ബന്ധനം ഉണ്ടാക്കി തീർത്തത് ഭഗവാൻ എന്നാണ് പറയുന്നത്. അപദർഹ അഭി ഗാഠോപശാന്തി, ഗാഠമായ ഉപശാന്തി ഉണ്ടാവാനായിട്ട് ഈ ബന്ധത്തെയും ക്ഷേപവാദങ്ങളെയും ഒക്കെ സഹിക്കേണ്ടതായി വന്നു എന്ന് പറഞ്ഞു. ഇനി പിന്നത്തെ ശ്ലോകം. പാദത്രയ്യാ യതി നന്ദോ വിഷ്ടവൈർനാപി തുഷ്യേദിത്യുക്തേസ്മിൻ വരദ ഭവതേ ധാതുകാമേധതോയം ദൈത്യാചാര്യസ്തവ ഖലു പരീക്ഷാർത്ഥിന പ്രേരണാർത്ഥം മാമാദേയം ഹരിരയമിതി വ്യക്തമേവാബഭാഷേ. അപ്പോൾ ആ ഭഗവാന്റെ മറുപടി, പാദത്രയ്യ, 3 പദങ്ങൾ കൊണ്ട്, 3 കാലടികൾ കൊണ്ട് അളക്കാവുന്നതായിട്ടുള്ള ഭൂമി. പാദത്രയിയായിട്ടുള്ള ഭൂമി, പാദത്രയം കൊണ്ട് അളക്കാവുന്നതായിട്ടുള്ള ഭൂമി. പാദത്രയ്യ യതി ന മുദിത, ഞാൻ സന്തോഷിക്കുന്നില്ല എങ്കിൽ, എനിക്ക് ഈ 3 അടി മണ്ണേ വേണ്ടൂ എന്ന് പറഞ്ഞു. ഇനി അതല്ല, അതുകൊണ്ട് എനിക്ക് സന്തോഷം ഉണ്ടാവണില്ല എന്നുണ്ടെങ്കിൽ, യതി ന മുദിത വിഷ്ടപൈർനാഭി ദുഷ്യേത്, എനിക്ക് എത്ര ലോകങ്ങൾ കിട്ടിയാലും, വിഷ്ടപൈഹി, എത്ര ലോകങ്ങളെ കിട്ടിയാലും എനിക്ക് തൃപ്തി ഉണ്ടാവില്ല. അതായത് ഈ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ആഗ്രഹങ്ങൾ ഇങ്ങനെ കൂടി കൂടി വരും എന്നാണ്. അപ്പം എത്ര ഇതുകൊണ്ട് തൃപ്തി ഇല്ല എന്നുണ്ടെങ്കിൽ എത്ര ലോകങ്ങൾ കിട്ടിയാലും തൃപ്തനാവില്ല ഞാൻ എന്നാണ്. അപ്പം സ്വാഭാവികമാണത്, മനുഷ്യരുടെ സ്വാഭാവികമാണ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ എത്രത്തോളം കിട്ടിക്കഴിഞ്ഞാലും അതുകൊണ്ടൊന്നും തൃപ്തി ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇഷ്ടവൈഹി നാഭി തുഷീത്, ഇഷ്ടവങ്ങളെ കൊണ്ടും എനിക്ക് സന്തോഷം ഉണ്ടാവില്ല. ന തുഷീത്, ഞാൻ സന്തോഷിക്കില്ല. ഇതി ഉക്രേ എന്ന് പറയപ്പെട്ടതായിട്ടുള്ള ആ വലിയ മഹാബലിയോട് പറഞ്ഞു എന്നാണ്. ഇത്യുക്തേ അസ്മിൻ വരദ ഭവതേ ദേവ ധാതുകാമേധത്വം, ഇപ്രകാരം ഉക്തനായ പറയപ്പെട്ടതായ അസ്മിൻ, ഈ മഹാബലിയോട് ഭഗവാൻ പറഞ്ഞത് ഇങ്ങനെയാണ്. ഈ പാദത്രയം കൊണ്ട് എനിക്ക് തൃപ്തിയില്ല എങ്കിൽ ഞാൻ വിഷ്ടപങ്ങളെ കൊണ്ടും തൃപ്തനാവില്ല എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് എനിക്ക് ഈ പാദത്രയം മതി എന്ന് ഉറപ്പിച്ച് പറഞ്ഞു. അപ്പം അങ്ങനെ ഇപ്രകാരം പറയപ്പെട്ടതായ, ഉക്തഃ എന്ന് വെച്ചാൽ പറയപ്പെട്ടവൻ എന്നാണ് അർത്ഥം. ഇതി ഉക്തേ അസ്മിൻ, അസ്മിൻ ഇതി ഉക്തേ, അദ്ദേഹം ഈ മഹാബലി ഇപ്രകാരം പറയപ്പെട്ടപ്പോൾ, മഹാബലിയോട് ഇപ്രകാരം പറഞ്ഞപ്പോൾ, വരദ അല്ലയോ, വരദനായിട്ടുള്ള വരങ്ങളെയെല്ലാം ദാനം ചെയ്യുന്നതായിട്ടുള്ള കഴിവുണ്ട് ഭഗവാന്. ഭഗവാന് വരങ്ങൾ നൽകാനുള്ള കഴിവുണ്ട്, വരം മേടിക്കേണ്ട ആവശ്യമില്ല. വരദ എന്നുള്ളത് അവിടെ ആ സംബോധന പ്രത്യേക വിശേഷപ്പെട്ടതാണ്. എന്നുവെച്ചാൽ വരദനായ എല്ലാ വരങ്ങളെയും എല്ലാവർക്കും നൽകുന്നവനായിട്ടുള്ള ഭഗവാൻ ഈ 3 അടി മണ്ണിന് വേണ്ടിയിട്ടാണ് യാചിക്കണത്. അപ്പം അങ്ങനെ അത്രയല്ലാതെ കണ്ട് ഒന്നും ഭഗവാൻ ആവശ്യമില്ല എന്നുള്ളതാണ്. വരദ ഭവതേ ധാതുകാമേധതോയം, ആ മഹാബലി ഭവതേ അങ്ങയ്ക്ക് ധാതുകാമേ തോയം, അഥ ധാതുകാമേ ദാനം ചെയ്യാനായിട്ട് ആ 3 അടിയിൽ അളക്കാവുന്നതായിട്ടുള്ള ഭൂമി മഹാബലിക്ക് വാമനമൂർത്തിക്ക് ദാനം ചെയ്യാനായിട്ട് മഹാബലി എന്തു ചെയ്തു? ധാതുകാമേ അഥ തോയം ദൈത്യാചാര്യ ധാതുകാമേധ തോയം, അതിനു വേണ്ടിയിട്ട് തോയം ധാതുകാമേ, വെള്ളം ദാനം ചെയ്യുമ്പോൾ ആദ്യം ആ ദാനത്തിൻ്റെ ഇതായിട്ട് ജലമാണ്. ഈ ഭൂമി കയ്യിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്ത് സാധനമായാലും ആദ്യം ദാനജലം കൊടുക്കാനായിട്ട് തുടങ്ങി എന്ന് പറഞ്ഞു. ധാതുകാമേ അഥ തോയം, ആ ദാനജലം കയ്യിൽ വീഴ്ത്താനായിട്ട് തുടങ്ങിയതായ അവസരത്തിൽ സമീപത്ത് തന്നെ ഉണ്ടായിരുന്നതായിട്ടുള്ള മഹാബലിയുടെ ആചാര്യനായിട്ടുള്ള ശുക്രാചാര്യൻ, ആ ശുക്രാചാര്യൻ ഇപ്രകാരം പറഞ്ഞു എന്നാണ് പറയുന്നത്. ആ ദാനജലം കൊടുക്കുന്നതിനെ തടയുന്നതിന് വേണ്ടിയിട്ട് ആ ശുക്രാചാര്യർ ഇപ്രകാരം പറയുകയാണ്. അതായത് തടയാൻ വേണ്ടിയിട്ട് പറയുകയാണ്. എങ്ങനെയാണ് ശുക്രാചാര്യർക്ക് ഇത് പറയാൻ തോന്നിയത് എന്ന് ചോദിച്ചാൽ, ഭഗവാന്റെ പ്രേരണ കൊണ്ട് തന്നെ ഭഗവാൻ തന്നെ ശുക്രാചാര്യരെ പ്രേരിപ്പിച്ചു ഇത് പറയാൻ എന്നാണ് പറയണത്. എന്തുകൊണ്ട്? തവഖലു പരീക്ഷാർത്ഥിന പ്രേരണാത്, ഭഗവാന്റെ പ്രേരണ കൊണ്ട് എങ്ങനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്, മഹാബലിയുടെ ദാനത്തിലുള്ളതായ താല്പര്യത്തെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ആചാര്യൻ പറഞ്ഞാലും അത് കേൾക്കാതെ കണ്ട് വീണ്ടും ദാനം ചെയ്യാൻ മഹാബലി ഒരുങ്ങുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, തീർച്ചയാക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ
ഉള്ളിൽ ഇരിപ്പ് അതായിരുന്നു. മഹാബലിക്ക് ഉള്ളതായിട്ടുള്ള ദാനത്തിനുള്ളതായ താല്പര്യം എത്രത്തോളമുണ്ട്, പറഞ്ഞ വാക്കിന് മാറ്റം വരുത്തുവോ എന്നൊക്കെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പരീക്ഷാർത്ഥിയായിട്ട് അങ്ങ് ശുക്രാചാര്യരെ പ്രേരിപ്പിച്ചു എന്നാണ് പറയണത്. എന്താണ് ശുക്രാചാര്യരെ പ്രേരിപ്പിച്ചത്? തവഖലു പരീക്ഷാർത്ഥിന, പരീക്ഷാർത്ഥിയായ അങ്ങയുടെ പ്രേരണ കൊണ്ട് തം ആബഭാഷേ, ആ മഹാബലിയോട് പറഞ്ഞു. ആര്? ശുക്രാചാര്യര് ആ മഹാബലിയോട് പറഞ്ഞു. വ്യക്തമേവ, വ്യക്തമായിട്ട് പറഞ്ഞു എന്നാണ്. കാര്യം വ്യക്തമാക്കിക്കൊണ്ട് ആബഭാഷേ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? മാമാദേയം, കൊടുക്കരുത്, വെള്ളം കൊടുക്കരുത്, വെള്ളം വീഴ്ത്തരുത്. വെള്ളം വീഴ്ത്തി കഴിഞ്ഞാൽ ദാനായി എന്നുള്ളതാണ്. അപ്പോൾ ആ ദാനജലം കയ്യിൽ വീഴ്ത്താൻ പാടില്ല. മാമാദേയം, അരുത്, അരുത്, കൊടുക്കരുത്. ആവർത്തിച്ച് പറഞ്ഞത് അതാണ്. ആവർത്തിച്ച് പറഞ്ഞ് ഉറപ്പിക്കുകയാണ്, ഇത് കൊടുക്കരുത്, ഒരു വിധത്തിലും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഹരിരയം, ഇത് ഹരിയാണ്, ഇത് മഹാവിഷ്ണുവാണ്. ആ മഹാവിഷ്ണു അസുരന്മാരുടെ കയ്യിൽ നിന്ന് ഇത് മുഴുവൻ തട്ടിപ്പറിച്ച് ദേവന്മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് മഹാവിഷ്ണുവാണ്. മഹാവിഷ്ണു ദേവന്മാരുടെ പക്ഷപാതിയാണ്. അസുരന്മാരോട് താല്പര്യം അദ്ദേഹത്തിന് ഉണ്ടാവാൻ വഴിയില്ല. അപ്പം അതുകൊണ്ട് അങ്ങയിൽ നിന്ന് ഇത് മേടിച്ച് ദേവന്മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വരവാണ് ഇത്. അപ്പം അതുകൊണ്ട് അങ്ങ് ഒരു വിധത്തിലും ദാനം ചെയ്യരുത്, മഹാവിഷ്ണുവിനെ ദാനം ചെയ്യരുത് എന്ന് വളരെ വ്യക്തമായിട്ട് ശുക്രമഹർഷി പറഞ്ഞു മഹാബലിയോട്. അത് കേട്ടാലും എന്താണ് മഹാബലി ചെയ്യാൻ പോകുന്നത് എന്ന് അറിയണം എന്നുള്ളതായിട്ടുള്ള താല്പര്യം ഭഗവാന് ഉണ്ടായിരുന്നു. ആ താല്പര്യത്തോടു കൂടിയാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്നാണ്. 2 ശ്ലോകം ഒന്നുകൂടി ചെല്ലാം. വിശ്വേശം മം ത്രിപദമിഹ കിം യാചസേ ബാലിശസ്ത്വം സർവം ഭൂമിം വൃണു കിമമുനേത്യാലവത്വം സദൃപ്യൻ യസ്മാദർപ്പ ത്രിപദ പരിപൂർത്യക്ഷമ ക്ഷേപവാദൻ ബന്ധം ചാസാവഗമദ തതർഹോപി ഗാഠോപശാന്തി. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. വിശ്വത്തിൻ്റെ അധിപനിഹ ഞാൻ, കുട്ടി നിന്നിച്ഛ തുച്ഛം, വാങ്ങൂ ലോകം മുഴുവനുമുടൻ മൂന്നടിയിലെന്തു സാധ്യം, ദർപ്പം കൊണ്ടീ വചനമതു ചൊന്നായതില്ല, കൊടുപ്പാനർഹിക്കാതെ പരുഷവചനം പാശബന്ധം ലഭിച്ചു. പാദത്രയ്യാ യദിനോ വിഷ്ടവൈർനാപി തുഷ്യേദിത്യുക്തേസ്മിൻ വരദ ഭവതേ ധാതുകാമേധതോയം ദൈത്യാചാര്യസ്തവ ഖലു പരീക്ഷാർത്ഥിന പ്രേരണാർത്ഥം മാമാദേയം ഹരിരയമിതി വ്യക്തമേവാബഭാഷേ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. മുപ്പാദത്താൽ ഒരുവനുതുലോം തൃപ്തി വന്നില്ല എങ്കിൽ ത്രൈലോക്യം കൊണ്ടതു വരികയില്ലെന്നു ചൊല്ലി ഭവാനും പാദ്യം നൽകും നൃപനു തടയായി ശുക്രനോദി തവേച്ഛാൽ വേണ്ട നൽകേണ്ടിതു ഹരിയെന്നു സുവ്യക്തമായി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.